പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വിടുന്നത്. ഏകദേശം 2019 ഓഗസ്റ്റ് മാസത്തിൽ പുനലൂർ ചെമ്മന്തൂർ ഭാഗത്ത് ഒരു ക്ലിനിക്ക് പുനലൂർ സ്വദേശിനിയായ അക്യൂ പ്രാക്ടീഷണർ ഷാജിദയുടെ ഉത്തരവാദിത്തത്തിൽ അക്യൂഫൈൻ എന്ന് പറയുന്നൊരു അക്യുപഞ്ചർ ചികിത്സാലയം നടത്തുകയും അവിടെ ഞാൻ ചികിത്സക്ക് എത്തുകയും ചെയ്തിരുന്നതായിട്ട് നിങ്ങൾക്ക് ഏവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അന്ന് ധാരാളം പേഷ്യൻസ് നമ്മുടെ ക്ലിനിക്കുകളിൽ വന്നിരുന്നു. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ ചികിത്സാലയം പതുക്കെ ഇല്ലാതാവുകയും ഞാൻ അവിടെ വരാതാവുകയൊക്കെ ചെയ്യുകയുണ്ടായി. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പുനലൂർ ഭാഗത്ത് വീണ്ടും ഞാൻ വരികയാണ്. ഇൻഷാല്ലാ ഈ നാളെ, അതായത് 2026 ജൂലൈ 29 ബുധനാഴ്ച ദിവസമാണ് ഞാൻ വീണ്ടും പുനലൂർ വരുന്നത്. ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപം അതിൻ്റെ ആ പഴയ OPയുടെ എതിർവശത്തുള്ള ഡോക്ടർ സലീം സാഹിബിൻ്റെ ഹോമിയോ ഹൗസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഞാൻ ഉണ്ടാവുക. എല്ലാ ദിവസവും ബുധനാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ എൻ്റെ സേവനം ഉണ്ടായിരിക്കും. അപ്പോൾ അന്ന് ചികിത്സക്ക് വന്നിരുന്ന പല ആളുകളെയും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് അവിടുത്തെ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലുണ്ടായിരുന്ന നാരായണേട്ടനെയാണ് ഓർമ്മ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മാത്യു, ഷിജി, സുഭദ്ര, രാധാകൃഷ്ണൻ, ബിൻസി, സുശീലൻ, സെലീന, അനിൽ, ബ്ലസ്സം, നൗഷാദ്, പിന്നെ അതുപോലെ സജീന, ബീന, വർഗീസ്, ലതിക, സരസ്വതി, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ആളുകളുടെ പേരുകൾ ഞാൻ ഓർത്തെടുത്ത് എഴുതി വെച്ചതാണ്. അപ്പം അവരെല്ലാം നമ്മളടുത്ത് ചികിത്സക്ക് വന്നിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അവരെയൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് ക്ഷണിക്കുകയാണ്. വീണ്ടും എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥാപനം വീണ്ടും തുടർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് പുനലൂർ ഭാഗത്ത്. അപ്പോൾ എല്ലാവരും ആ ദിവസം ഉദ്ഘാടനമായിട്ടൊന്നും നടത്തുന്നില്ല എങ്കിലും നിങ്ങൾക്ക് എല്ലാ ബുധനാഴ്ചയും അവിടെ വരാവുന്നതാണ്. അതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. വീണ്ടും പുനലൂർ ഭാഗത്ത് നമ്മുടെ സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ ചികിത്സ ആരംഭിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരു മരുന്നില്ലാത്ത ഒരു ചിലവ് കുറഞ്ഞ ചികിത്സാ രീതിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകാനും എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇറ്റ്സ് മീ യൂസഫ് അലി ഫ്രം കൊല്ലം.